ഷാഫി പറമ്പിൽ എം പി 30-ാം തീയതി ലോക്സഭയിൽ ഹാജരാവും. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ചതിന് അദ്ദേഹം ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് ലോക്സഭാ സ്പീക്കർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് ഹനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിന് യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും പോകാം, നടക്കാം. അദ്ദേഹം എം പി ആണ്. അവിടുത്തെ പോലീസ്, SP, DIG, ADGP, IG ഒക്കെ ആ ജൂറിസ്ഡിക്ഷനുള്ളവർ അദ്ദേഹത്തിൻ്റെ വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നിയമം. അത് പാർലമെൻ്ററി നിയമമാണ്. അങ്ങനെ ഉള്ള ഒരാളുടെ അവിടെ അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ആൾ വടികൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലും മൂക്കിലും അടിച്ചെങ്കിൽ അത് ഒരു എം പിയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തലയിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കണ്ടു. യൂണിഫോം ഇട്ട ഒരാൾ, ഹെൽമറ്റ് വെച്ച ഒരാൾ വടികൊണ്ട് തലയ്ക്ക് അടിക്കുന്നതും മൂക്കിനടിക്കുന്നതും 2 പ്രാവശ്യം അടിക്കുന്നത് നമുക്ക് കാണാം. 3-ാമത്തെ പ്രാവശ്യം അടിക്കാൻ ഓങ്ങുന്നതും കാണാം. ഷാഫി പറമ്പിലെ അടികൊണ്ട് മൂക്കിക്കൂടെ രക്തമൊലിപ്പിച്ച് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂക്കിലെ സർജറി ഉണ്ടായി. 2 എല്ലുകൾക്ക് പൊട്ടലും ഉണ്ടായി. രാഷ്ട്രീയമായി അതിനെ തേച്ചുമാച്ച് കളയാൻ ചിലർ ശ്രമിക്കുന്നു. രാഷ്ട്രീയമായി അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ചിലർക്കറിയാം. എങ്കിലും ഒരു എം പിയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് ഉറപ്പ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ 4th എസ്റ്റേറ്റിനെയൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ പത്രക്കാരെ കാണിച്ചു. നമ്മൾ ആ ദൃശ്യം കണ്ടു. ആ ദൃശ്യവും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതിയും സ്പീക്കർക്ക് അടുത്ത ദിവസം തന്നെ പോയിരുന്നു. കാരണം അവിടുത്തെ SP-യും കൺസേൺഡ് DIG-യും കൺസേൺഡ് IG-യും അവിടുത്തെ SHO-യും അവിടെ ഡിപ്ലോയ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരും എം പിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഹനിച്ചവരാരൊക്കെയായാലും ശരി, സൂപ്പർവൈസറി ലാപ്സസും ഉണ്ട് അവിടെ. അതുകൊണ്ട് സീനിയർ ഉദ്യോഗസ്ഥന്മാർ സഹിതം SP, DIG, IG, ആ ഏരിയയിൽ IG ആണോ ADGP ആണോ ആ ലൊക്കേഷനിൽ ചാർജ് ഉള്ളത്, അദ്ദേഹം പ്രത്യേകിച്ച് അടിച്ച ആ സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് തീർച്ചയായിട്ടും ഇത്രയും പേര് പാർലമെൻറ്റിലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകണം. അദ്ദേഹത്തിൻ്റെ പരാതി നേരത്തെ അയച്ചിട്ടുണ്ട്. ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ദൃശ്യങ്ങളുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 30-ാം തീയതി അദ്ദേഹം പാർലമെൻറ്റിൽ നേരിട്ട് ഹാജരാകും. ഈ വിവരം സ്പീക്കറെ ധരിപ്പിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് ഇത് വേണമെങ്കിൽ ചർച്ചയാകാം. അതേസമയത്ത് ബ്രീച്ചസ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സ്പീക്കർക്ക് അത് പ്രിവിലേജ് കമ്മിറ്റി നടപടിയെടുക്കാൻ വേണ്ടി കൊടുക്കാം. പാർലമെൻറ്റ് ഇതേപ്പറ്റി ചർച്ചയാകാം. അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റി നോക്കാനായിട്ട് വിടും സ്പീക്കർ. പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് സ്പീക്കർക്ക് ലഭിക്കും. പ്രിവിലേജ് കമ്മിറ്റിയിൽ 15 അംഗങ്ങളുണ്ട്. ആ പാർലമെൻറ്റിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അനുസരിച്ച് ആ കമ്മിറ്റി അംഗത്വം കൊടുക്കും. ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിയുടെ ആൾക്കാർ കൂടുതലുണ്ടാവും. കോൺഗ്രസ്സിന് 100-ഓടടുത്ത് സീറ്റുള്ളത് കൊണ്ട് അവരുടെ ആൾക്കാരുണ്ടാവും. മറ്റു ചില പ്രാദേശിക പാർട്ടികൾ അവരവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് 15 അംഗ കമ്മിറ്റിയാണ് പ്രിവിലേജ് കമ്മിറ്റി. സ്പീക്കറുടെ അല്ലെങ്കിൽ ലോകസഭയിൽ, രാജ്യസഭയിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ. ഇദ്ദേഹം ലോകസഭാ അംഗമായതുകൊണ്ട് ലോകസഭയിൽ തന്നെയായിരിക്കും പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗ് നടക്കുക. അവർ ഹിയറിംഗ് നടത്തിയ ശേഷം, അന്വേഷണം നടത്തിയ ശേഷം പ്രതിയായിട്ടുള്ളവരെ അവിടെ സമൻസ് കൊടുക്കും. അതിന് റിപ്പോർട്ട് ഒരാഴ്ച വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ആണ് വിധിയെങ്കിൽ തീഹാർ ജയിലിൽ പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ എടുക്കുന്ന ഈ തീരുമാനം ഒരാഴ്ച വരെയുള്ള ഇംപ്രിസ്മെൻറ്റിന് അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ലോവർ കോടതിയിലെ ഹൈക്കോടതിയിലും, ഡൽഹി ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലോ ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രിവിലേജ് കമ്മിറ്റി തീരുമാനം അനുസരിച്ചിരിക്കും ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി. രാഷ്ട്രീയപരമായിട്ട് അത് വളരെ നെഗറ്റീവായിട്ട് പലരും കണ്ടെങ്കിലും ഈ അഭിലാഷ് ഡേവിഡ് ഒരു CPM കുടുംബത്തിലുള്ള ആളാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുകൊണ്ട്
CPI ബന്ധമുള്ളതിനാൽ ഈ MPയെ തലക്കടിച്ച കേസ് മരവിപ്പിച്ചു എന്ന ആക്ഷേപം വരുന്നുണ്ട്. MPയെ തലക്കടിച്ച കേസ് തീർച്ചയായിട്ടും അവിടുത്തെ SHOയോ അല്ല അവിടുത്തെ SP അതൊരു സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അതവർ വിട്ടുപോയി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സോമോട്ടോ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവിടുത്തെ SHOയും അവിടുത്തെ SPയും അല്ലെങ്കിൽ അവിടുത്തെ സബ് ഡിവിഷണൽ ഓഫീസറും. അവരാരും അത് ചെയ്തില്ല. അത് രാഷ്ട്രീയമായി കണ്ടോ എന്ന് സംശയമുണ്ട്. AI ടൂൾ ഉപയോഗിച്ചിട്ട് അടിച്ചയാളെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കും എന്ന് പ്രസ്താവിച്ചതാണ് അവിടുത്തെ SP. പക്ഷേ ഇത്ര 10-20 ദിവസമായിട്ട് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത്. അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഹിസ്റ്ററി മുഴുവൻ കയ്യിലുള്ളതാണ് അവിടുത്തെ SP അല്ല അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആളെ തിരിച്ചറിയാനും നടപടിയെടുക്കാനും കേരള പോലീസിന് സാധിക്കും. പക്ഷേ ഇത്ര ദിവസമായിട്ട് സാധിച്ചില്ല. അത് ചോദ്യം ചെയ്യപ്പെടും. അത് സ്പീക്കർ ചോദിക്കും. അവിടുത്തെ ഒരു മെമ്പറിനെ അടിക്കുകയും അദ്ദേഹത്തിൻ്റെ മൂക്കിൽ പാലത്തിലെ ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തൊരു സംഭവത്തെപ്പറ്റി ഒരു കേസും എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ച തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പോലീസ് ഡിലേ ആയാലും ശരി സോമോട്ടോ ആയിട്ട് FIR എടുത്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉത്തമം. അതോടൊപ്പം തന്നെ ആ പോലീസുകാരനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സസ്പെൻഷൻ നിർത്തുന്നതാണ്. കാരണം ഗവൺമെൻറ് ഈ പാപഭാരം ചുമക്കരുത്. അതുകൊണ്ട് നടപടി കൃത്യമായിരിക്കണം. അതിനകത്ത് രാഷ്ട്രീയം കാണരുത്. കാരണം ഒരു MP ആണ്, അത് ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും തീവ്രവാദിയായ ഒരു MP ആയാലും ശരി MPയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ഹനിക്കപ്പെടാതെ ഇരിക്കാൻ പോലീസ് സദാ ജാഗരൂകരായിരിക്കണം. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തി, യൂണിഫോം ഇട്ട വ്യക്തി തന്നെ ആ പ്രിവിലേജ് ഹനിച്ച് ആ MPയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പം കാണുന്നത്. തലക്കടിക്കുന്നത് ഏതായാലും പാമ്പിനെ നമ്മൾ തലക്കടിച്ചാണ് കൊല്ലുന്നത്. തലയ്ക്കാണ് കൂടുതലും അടി കൊള്ളുന്നത്. അതുകൊണ്ട് തലക്കടിയുള്ള അടി അതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. അതൊരു കൊലപാതക ശ്രമം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസാണ് എടുക്കേണ്ടതുള്ളൂ. അത് CI ആയാലും ശരി DYSP ആയാലും SP ആയാലും ശരി ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായാലും ശരി അവർക്കെതിരായിട്ട് FIR എടുക്കുന്നതാണ് ഇപ്പം നല്ലത്. ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അത് എടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ആളെ ഫിക്സ് ചെയ്യണം. ഇപ്പം തന്നെ ഒരു ഇരുഭാഗത്തും നിന്നും വരുന്നുണ്ട്. ആളെ കണ്ടുപിടിച്ചു, അത് ഇല്ല ആളാണ്. ആ ആൾ തിരുവനന്തപുരത്ത് നിന്ന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് റിമൂവലായി പോയി എന്ന വാർത്തയുള്ള ആളാണ്. അയാൾ തിരിച്ചു കയറിയിട്ട് അവിടെ കോഴിക്കോട് വടകര റൂറലിലെ കൺട്രോൾ റൂമിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന വിവരം ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഒരു സംഭവം വന്ന ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വെളിയിലോട്ട് വന്നത്. അതുകൊണ്ട് അതിനകത്ത് മേലുദ്യോഗസ്ഥന്മാർ അതിനകത്ത് ശിക്ഷ വാങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഉത്തമം. അല്ലാതെ രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർലമെൻറ്റിൻ്റെ സ്പീക്കർ അധികാരം അതാണ്. സ്പീക്കർ അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു MP ഹനിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിവിലേജ് ഹനിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നടപടി ഉത്തമമായിട്ട് ചെയ്യും. പാർലമെൻറ്റ് അത് ചെയ്യും. അങ്ങനെയാണ് ഇതുവരെയുള്ള ഹിസ്റ്ററികൾ കാണുന്നത്. അതുകൊണ്ട് കേരള പോലീസ് തീർച്ചയായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ആളെ കണ്ടെത്തി അന്വേഷണം നടത്തി അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ് നല്ല കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് പാർലമെൻറ്റ് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പണിഷ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.